ഹലോ. ഇന്നത്തെ കാലത്ത് എല്ലാം എന്താണ് മേക്ക് ഓവർ ആണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ബാഗിനൊരു മേക്ക് ഓവർ കൊടുക്കാമെന്ന്. അപ്പോൾ സ്റ്റൈലിഷായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബാഗാണ്. ഞാൻ ജബൽപൂരിലുള്ള സമയത്ത് വാങ്ങിയതായിരുന്നു. അപ്പോൾ അതിനാണെങ്കിൽ ഇവിടുത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് ഞാൻ ഷെൽഫിൽ വെച്ചപ്പോഴത്തേക്കിലും ഞങ്ങളുടെ നാട്ടിൽ കരിമ്പൻ കുത്തുക എന്ന് പറയും. അതായത് കറുത്ത കുത്ത് വരില്ല, നമ്മൾ നനവ് തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷെൽഫിൽ വാളിൽ നിന്നുള്ള ഈർപ്പം തട്ടിയിട്ട് അതിന് കരിമ്പൻ കുത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മുടെ ബാഗിന് എന്തുകൊണ്ടൊരു മേക്ക് ഓവർ കൊടുത്തുവിടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു അത്രയും ഭാഗത്തുള്ള ആ ഒരു കറുപ്പൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ വീഡിയോയിൽ അത്രത്തോളം ആ കറുപ്പ് മനസ്സിലാവില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ആ ഒരു കറുത്ത കുത്തുകൾ ഇങ്ങനെ കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് കളറൊക്കെ ചെയ്തിട്ട് ഒന്ന് മാറ്റം വരുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്തുള്ള കളറുകളൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ആദ്യം ഞാനൊരു ഔട്ട്ലൈന് പോലെ ഒരു കൈ കൊണ്ട് ഒന്ന് വരച്ചു കൊടുത്തു. ഒരുപാട് ഓവറാക്കണ്ടെന്ന് വിചാരിച്ചു. സൈഡിലൊക്കെ ചെറുതായിട്ടുണ്ട്, പക്ഷെ അതൊന്നും അങ്ങനെ മനസ്സിലാവില്ല. ഈ മുൻഭാഗം ആയതുകൊണ്ട് നല്ലോണം മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാനൊരു ഔട്ട്ലൈനൊക്കെ കൊടുത്ത് കളർ ചെയ്യാനിരുന്നതാണ്. അപ്പോൾ കളർ കൊടുക്കാണ്ടായപ്പോഴത്തേക്കുള്ള പിണങ്ങിപ്പോലൊക്കെയാണ് ഇത് കണ്ടത്. ആദ്യമൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ വേഗം ഒറ്റ ഇരുപ്പിൽ നമ്മളത് ചെയ്ത് തീർക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഋഷിയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും കുറേ ടൈം എടുത്തിട്ടല്ലേ, ചിലപ്പോൾ ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ എടുത്തിട്ടാണ് ചെയ്യുക. പക്ഷേ ഇത് ഞാൻ ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുമില്ല, ഞാൻ കേമലിൻ്റെ കളേഴ്സാണ് എടുത്തത്. കേമലിൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, അത്രയും ആ ഒരു ഗ്ലേസിങ് കിട്ടൂലെങ്കിലും ഒരു പേസ്റ്റൽ കളേഴ്സാണ് ഇതെടുത്തത്. അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ബ്ലാക്ക് ഔട്ട്ലൈന് കൊടുക്കാമെന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം വെയിലത്ത് കൊണ്ടുപോയി വെച്ച്. ഇവിടെ നല്ല വെയിലാണ്, 10 മിനിറ്റ് കൊണ്ട് അത് ഉണങ്ങി കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു അതിനൊരു ബ്ലാക്ക് ഔട്ട്ലൈന് കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ബ്ലാക്ക് ഔട്ട്ലൈന് ഞാൻ വെയിലത്ത് വെച്ച് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഔട്ട്ലൈന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിൽ ഋഷി വന്ന് തട്ടി അത് മൊത്തം ബ്ലാക്കായി ഒരു സൈഡിൽ. എന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സ്റ്റോൺസ് ഉണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ ഔട്ട്ലൈനായിട്ട് കൊടുത്തു. നടുവിൽ മാത്രം കുറച്ച് ഡാർക്കായിട്ട് കളർ കൊടുത്തതിന് ശേഷം സൈഡിലൊക്കെ ഞാൻ ആ സ്റ്റോൺസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഈ സ്റ്റോൺ വെക്കുന്നത് എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ വിട്ടുപോയതാണ് വീഡിയോ എടുക്കാൻ. അവൻ ആ കളറാക്കിയതിൻ്റെ ഒക്കെ ഇതിൽ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓണാക്കി വെച്ച് എന്നുള്ളൊരു ധാരണയിൽ ഞാൻ ചെയ്തു പോയതാണ്. ലാസ്റ്റ് നോക്കുമ്പോഴത്തേക്കും വീഡിയോ ഓൺ ആയിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.